ഒരുപാട് കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട്. അതായത് കണ്ടുപിടുത്തങ്ങളുടെ ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പല കാര്യങ്ങൾക്കും പല മെഡിക്കൽ ഫീൽഡിലും അറിവ് ഒരുപാടുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് എന്താണെന്ന് പലപ്പോഴും അറിയത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ചിലപ്പം ചില അനാട്ടമിക്കൽ റീസണുകളും കാര്യങ്ങളും സൊല്യൂഷനുകളും കുറിച്ച് പഠിക്കും. ഇപ്പം നമ്മളൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുക. എന്തുകൊണ്ടാണ് ചില ഡിസീസ് ഉണ്ടാകുന്നത്? നമ്മളതിനിട്ടേക്കുന്ന പേരാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അതായത് അതിനെതിരായിട്ട് ബോഡി ഒരു ആൻറ്റി വൈറസ്, ഒരു ആൻറ്റിബഡി ഉണ്ടാക്കി വെച്ചേക്കുക. അതായത് നമ്മുടെ ബോഡിയിൽ തന്നെ അതിനൊരു ഉദാഹരണമാണ് ആർത്രൈറ്റിസ്. അതായത് ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം അതിൻ്റെ സ്വന്തം സെല്ലുകളെ തന്നെ ഒരു ആൻറ്റിജനായിട്ട് കാണുകയും അതിനെതിരെ ആൻറ്റിബഡി ബോഡി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതാണ് ഈ മെയിനായിട്ടുള്ള ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല. ആരും പറഞ്ഞാൽ പെട്ടെന്ന് വെച്ച് ഭൂമിയിൽ നിന്ന് ചൊവ്വാഗ്രഹത്തിൽ വരെ പോകാൻ ശേഷിയുള്ള മനുഷ്യന് അവന്റെ സ്വന്തം പരിമിതികളിൽ അല്ലെങ്കിൽ സ്വന്തം അവയവത്തിൽ ഉണ്ടാകുന്ന ഒരു വ്യതിയാനം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള സയൻസ് ഇല്ല. മനസ്സിലായോ? അപ്പം അറിവിന് എന്നും പരിധിയുണ്ട്. പക്ഷെ ഈ പരിധികളെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്? എങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ഓരോരുത്തരും ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് പൂർണ്ണതയിൽ എത്തി എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഒരു ജീനിയസ് ആയ ഒരു മനുഷ്യൻ ഉടലെടുക്കുന്നത് എങ്ങനെയാണ്? ഒരു ജീനിയസ് ആയ വ്യക്തി അല്ലെങ്കിൽ അറിവിന്റെ പരകോടിയിലേക്ക് നീങ്ങിപ്പോകുന്ന ഒരു വ്യക്തി ഉടലെടുക്കുന്നത് ഒരു ചെറിയ സംഭവമല്ല. ഒന്നാമത് അതിനെക്കുറിച്ചൊരു സർവേ നടത്തിയ ഒരു കമ്പനിയൊക്കെ ഉണ്ട്. അവരുടെ ഒരു ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അവർ ശരിക്കും ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20,000-30,000-20,000-ഓളം പേരെ എടുത്ത് പരീക്ഷണ ഗവേഷണങ്ങൾ നടത്തി. അപ്പം പരീക്ഷണ ഗവേഷണങ്ങൾ നടത്തിയപ്പം ആ കമ്പനി അതിന്റെ അനുമാനമായിട്ട് ഒരു ബുക്ക് എഴുതി, ഒരു ചെറിയ ബുക്ക്, ഒരു ഓട്ടോഗ്രഫി ആയത്. അപ്പം അതിന് അവർ കൊടുത്തേക്കുന്ന അടയാളങ്ങളാണ്. എന്തെല്ലാം പ്രത്യേകതകൾ ഒരു കൊച്ച് ജീനിയസ് ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഫീൽഡിൽ അഗ്രഗണ്യനാകുന്നതിന് മുമ്പ് അയാൾ കാണിച്ചിരിക്കുമെന്നാണ്. അപ്പം അതിനകത്ത് അവർ പറഞ്ഞേക്കുന്ന ഒന്നാമത്തെ കാര്യം, അവനൊരു ഇന്റേണൽ വിഷൻ ഉണ്ടായിരിക്കും. അതായത് ഇന്റേണൽ വിഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണ് തുറന്ന് കാണുന്നതല്ല, അല്ല, അയാളുടെ ഉള്ളിൽ മനസ്സിന്റെ അകക്കണ്ണിന് ഒരു കാഴ്ചയുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ റീജിയനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അവൻ എത്തേണ്ട ഒരു പ്രതിഭാസത്തെ കുറിച്ച് അത് അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. ഒരു ഇന്റേണൽ വിഷൻ എന്നാണ്. അതായത് ആ എത്തിച്ചേരേണ്ട കാര്യത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട്, കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാട് ചെറുപ്പം തട്ടയുണ്ട്. മനസ്സിലായോ? പിന്നെ രണ്ടാമതുള്ള ഒരു വിഷൻ ഉണ്ടെങ്കിൽ രണ്ടാമത് അവർക്കുള്ള ഒരു പ്രത്യേകതയാണ് ഒരു 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 12 ഏജില്, അതായത് ഒരു 12 ഏജില് അവരുടെ ജീവിതത്തിൽ ആ സിസ്റ്റത്തിലേക്ക് നടന്നു നീങ്ങാൻ നീളുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു 12 വയസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പൊ അതിനൊരു ഒരുപാട് എക്സാമ്പിൾ. ജീസസ് ക്രൈസ്റ്റിന്റെ ലൈഫില് 12ാം വയസ്സിൽ ഒരു ടേണിംഗ് പോയിന്റ് പറയുന്നുണ്ട്. കാരണം ദേവാലയത്തിൽ നിന്ന് തിരിച്ചു വന്ന് ദേവശാസ്ത്രികളുമായിട്ട് തർക്കിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇതുപോലെ ആദിശങ്കരാചാര്യയുടെ ജീവിതത്തിൽ 12ാം വയസ്സിൽ ഒരു ഇൻസിഡൻസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഉണ്ടാകുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. എബ്രാഹിം ലിങ്കന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായി? ഇങ്ങനെ ഫേമസ് ആയ ഒരാൾക്കാരുടെ ഇല്ല. നെപ്പോളിയൻ ബോണപ്പാർട്ട് 12ാം വയസ്സിൽ സ്കൂളിൽ വെച്ച് ഈജിപ്തിനെ എങ്ങനെ ആക്രമിക്കണമെന്ന് കൃത്യമായിട്ട് എഴുതി സെന്റ് ഹെലേന എന്ന ഒരു ദ്വീപിന്റെ പേര് വരെ ഉണ്ടാക്കിയാണ് 12ാം വയസ്സിൽ പുള്ളിയുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിലുണ്ട്. കാരണം 12ാം വയസ്സിലാണ് പുള്ളി ഒരു അപ്രീസിയേഷൻ കിട്ടുന്നത്. കാരണം 12ാം വയസ്സിന് മുമ്പ് അലക്സാണ്ടർ ആരാന്ന് ആർക്കും അറിയത്തില്ല. അപ്പൊ 12ാം വയസ്സില് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കുതിരേനെ പുള്ളി നിയന്ത്രിച്ച് അതിന്റെ കീഴിലാക്കുമ്പോഴാണ് മാസിഡോണിയ തിരിച്ചറിയുന്നത് രാജാവിന് ജെയിംസ് 2ാമൻ ചക്രവർത്തിയുടെ മകൻ ഇത്ര ശക്തനാണ്.
അതും 12-ാം വയസ്സിൽ. അങ്ങനെ 12-ാം വയസ്സ് കേന്ദ്രീകൃതമായിട്ട് ഒരു ഇൻസിഡന്റ് ഇവരുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് അവരുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നേക്കുന്നത്. പിന്നെ അവര് സ്വപ്നം കണ്ടേക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവർക്ക് ഉറക്കോ ക്ഷീണോ തളർച്ചയോ ഒന്നും ഒരു വിഷയമല്ല. അതായത് ഇന്റൻസീവ് ഹാർഡ് വർക്കായിരുന്നു. ഇന്റൻസീവ് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ APJ അബ്ദുൽ കലാം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം നിന്നെ ഉറങ്ങാൻ അനുവദിക്കുന്നതായിരിക്കരുത് നിന്റെ സ്വപ്നം. നിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതായിരിക്കും നിന്റെ സ്വപ്നം. നഷ്ടപ്പെടുത്തുന്നതായിരിക്കണം നിന്റെ സ്വപ്നം. അതായത് ഊണിലും ഉറക്കത്തിലും അവർക്ക് അതിനെക്കുറിച്ചൊരു ശബ്ദമുണ്ട്, ഒരു താല്പര്യമുണ്ട്. ലൂയിസ് പാസ്റ്ററുടെ ജീവിതത്തിൽ പുള്ളിയുടെ 12-ാം വയസ്സിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്ന, ഒരു പേപ്പട്ടീനെ കടിച്ചൊരു കൊച്ചിനെ കൊടുക്കുന്ന ഒരു മൃഗീയ ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളാണ് പിന്നീട് ഉണ്ടായത് മുഴുവൻ. കാരണം ഇതിനൊരു വാക്സിൻ കണ്ടുപിടിക്കണം, ഇതിനൊരു മറുമരുന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും, ലൂയിസ് പാസ്റ്ററാണ് റാബിസിന് വാക്സിൻ കണ്ടുപിടിച്ചത്. അപ്പം ഈ ലൂയിസ് പാസ്റ്റർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഡു നോട്ട് വെയിറ്റ് ഫോർ ദ ലക്ക്. ഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും നിലനിൽക്കരുത്. നമ്മൾ ഇന്റൻസീവായിട്ട് പരിശ്രമിക്കുക. അതായത് ലൂയിസ് പാസ്റ്ററുടെ ഊണിലും ഉറക്കത്തിലും എല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, വാക്സിൻ വാക്സിൻ വാക്സിൻ. അതിനു വേണ്ടിയിട്ട് ഫോർമുലകൾ പഠിച്ചു, തിയറികൾ പഠിച്ചു, അനാട്ടമി പഠിച്ചു, എല്ലാം പഠിച്ച് പുള്ളി ഇങ്ങനെ മൂവ് ചെയ്യുമായിരുന്നു. നമുക്കറിയാം വാക്സിൻ എന്ന് പറയുന്നത് ഈ സയൻസ് മുഴുവൻ എടുത്തിട്ട് പരിശോധിച്ചാണ് ഇന്ന് നമുക്ക് കൊറോണ വാക്സിൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത്. എത്ര ബില്യൺ രൂപ, എത്ര സയന്റിസ്റ്റുമാരുടെ പരിശ്രമം. എന്നിട്ടാണ് ഒരു വൈറസിനെതിരെ ഒരു വാക്സിൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. നിതാന്ത പരിശ്രമം, അത് ഇത്രയും ഹ്യൂജ് പേയ്മെന്റില്. അപ്പോഴാണ് ലൂയിസ് പാസ്റ്ററുടെ ഗ്രേറ്റ്നെസ് ആണ് ഞാൻ പറയുന്നത്. കാരണം അയാൾ തന്നെ ഇരുന്ന് പരിശ്രമിച്ചാണ് മനുഷ്യ ആയുസ് കൊണ്ട് പുള്ളി ഒരു വാക്സിൻ ഉണ്ടാക്കിയത്. അത് ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായി? അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന പാഷനാണ്. അപ്പം എന്തോരം സങ്കീർണമായ മേഖലകളിൽ പുള്ളി ഒറ്റയ്ക്ക് കടന്നുപോയി. മനസ്സിലായി? എന്തോരം പഠനം വേണ്ട ഫീൽഡുകളിലെല്ലാം പുള്ളി തന്നെ പിടിച്ചു നിന്നു. എത്ര തിരസ്കരണങ്ങൾ, എത്ര അപമാനങ്ങൾ. എന്നിട്ടും പുള്ളി എഴുതി വെച്ചേക്കുവാണ്, നിന്റെ തീവ്രമായ പരിശ്രമമായിരിക്കണം. അതായത് ആ ലക്ഷ്യത്തിലെത്താനുള്ള നിന്റെ തീവ്രമായ ആഗ്രഹമായിരിക്കണം. പരിശ്രമത്തേക്കാൾ കൂടുതൽ ആഗ്രഹമാണ് പുള്ളി പറയുന്നത്. കാരണം എത്തണം എന്ന ആഗ്രഹം, അതിനെക്കുറിച്ച് ചിന്തിച്ച് ഊണും ഉറക്കവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവിതക്രമമായിരുന്നു പുള്ളിയുടേത്. അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ പോയത് കൊണ്ടാണ് പുള്ളി പറയുന്നത്, നീ ഭയങ്കര അതിശക്തമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യം നിന്നെ തുണയ്ക്കും. മനസ്സിലായോ? അതാണ് അങ്ങനെ പോകുന്ന യാത്രകളാണ് കണ്ടുപിടുത്തങ്ങളിൽ അവസാനിക്കുന്നത്. മനസ്സിലായോ? പിന്നെ മൂന്നാമത് ഉണ്ടായിരുന്ന ഇന്റൻസീവ് ഹാർഡ് വർക്കിനുള്ളൊരു കേപ്പബിലിറ്റി അവർക്കുണ്ടായിരുന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ടൊക്കെ യുദ്ധത്തിന് മുമ്പ് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. കാരണം കൃത്യമായ പ്ലാനുകളും രേഖകളും അവർക്കുണ്ടായിരുന്നു. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം. ഇത് തന്നെയായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തിയുടെയും. കാരണം അലക്സാണ്ടർ കീഴടക്കിയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. എന്തുകൊണ്ടാണ് അലക്സാണ്ടർ ലോകം കീഴടക്കിയ ചക്രവർത്തിയായി എന്ന് പറയുന്നതിന്റെ കാരണം, അദ്ദേഹം കീഴടക്കിയത് മാസിഡോണിയയിൽ നിന്ന് ബാക്കിലേക്ക് യൂറോപ്പ് മുഴുവൻ. അത് കഴിഞ്ഞ് ചെങ്കടൽ കടന്ന് ഇപ്പോഴേ വന്ന് ഈജിപ്തിൽ ആരംഭിച്ച് ഈജിപ്തിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് കൺട്രികളെ മുഴുവൻ കീഴടക്കി സിൻഡക്സ് എന്ന് പറയുന്ന നദി അല്ലെങ്കിൽ സിന്ധു നദിയിൽ നിന്ന് ഇപ്പറേ വന്ന് ഇന്ത്യയിൽ പോറസുമായിട്ടുള്ള യുദ്ധം. അങ്ങനെ പോറസുമായിട്ടുള്ള യുദ്ധത്തിൽ പോറസിനെ കീഴടക്കി തിരിച്ചു പോകുമ്പോഴാണ് അയാൾക്ക് പനി പിടിച്ച് അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്നത്. അപ്പം ഓരോ യുദ്ധത്തിന് മുമ്പ് വ്യക്തമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു ഇവർക്കെല്ലാം. അത് ആ പ്ലാനുകൾക്ക് വേണ്ടിയിട്ട് ഇന്റൻസീവായ പരിശ്രമമായിരുന്നു. കാരണം തിരിഞ്ഞു പോവുക എന്നുള്ള ഒരു ഫീൽഡ് അവർക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ മൂന്നാമത് പറയുന്ന ഒരു സംഭവമാണ് ഭാഗ്യം. അതായത് ഈ ഇവരുടെ എല്ലാം ജീവിതത്തില് ഒരു ദൈവത്തിന്റെ ഒരു പൂർണ്ണത അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു സൈഡ് ഒട്ടിച്ചേരുമ്പോഴാണ് ഇതെല്ലാം സക്സസ് ആയിരിക്കുന്നത്. കാരണം
ദൈവദത്തമായ അല്ലെങ്കിൽ ഈശ്വര കേന്ദ്രീകൃതമായ ഒരു വർക്കിംഗ് ഹാൻഡ് ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ പെർഫെക്ഷന് വേണ്ടിയിട്ടുണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഫ്രാൻസിന്റെ നേതാവായി മാറിയ നെപ്പോളിയൻ ബോണപ്പാർട്ട് മരിക്കുന്നതിന് മുമ്പുള്ള ചോദ്യങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ 10 വയസ്സോ 12 വയസ്സോ ഉള്ളപ്പം അദ്ദേഹത്തിന്റെ രാജ്യത്തെ ഫ്രാൻസ് ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അതുകൊണ്ടാണ് അദ്ദേഹം ഫ്രഞ്ച് നേവി ചേർന്ന്, ഫ്രഞ്ചിൽ ആർമി ചേർന്ന്, ഫ്രഞ്ചിലെ സൈനാധിപനായി അങ്ങനെ ഫ്രഞ്ച് രാജാവാകാൻ പറ്റിയത്. മനസ്സിലായി? അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് എല്ലാവരുടെ ജീവിതത്തിലും കോമൺ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതാണ് ഒരു ജീനിയസിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആയിട്ട് അറിയപ്പെടുന്നത്. ഒന്ന്, അവർക്ക് ഇന്റേണൽ വിഷൻ ഉണ്ടായിരുന്നു. രണ്ടാമത്, അവർക്ക് ഇന്റൻസീവ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരുന്നു. അതിനേക്കുള്ള ഒരു ഘടകം അവരുടെ ഒരു 12-ാം വയസ്സിൽ ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ സാധനം, അവർക്ക് ഒരു ദൈവദത്തമായ ഒരു കോൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ഒരു മാസ്മരിക പ്രസൻസ് അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ മൂന്നും ഒന്നിച്ചു ചേർന്നാണ് ഈ ഉണ്ടായേക്കുന്ന കണ്ടുപിടുത്തങ്ങളുടെ മുഴുവൻ നേതാക്കന്മാർക്കും അല്ലെങ്കിൽ അതിന്റെ നിർമ്മാതാക്കൾക്കും ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറിയത്. ഇതിന്റെ കുറവാണ്, ഒരു ഇന്റേണൽ വിഷന്റെ കുറവാണ്. എത്തിച്ചേരേണ്ട ഈ മേഖലകളെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ബാക്കിയുള്ളവർക്കെല്ലാം. അത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരു ഇന്റേണൽ വിഷൻ ഉണ്ടാകാത്തതിന്റെ പ്രശ്നമാണ് രണ്ടാമത് ഉണ്ടാകുന്നത്. മൂന്നാമത്, അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ആരും തയ്യാറല്ല എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ദൈവദത്തമായ ഒരു ഇൻസിഡന്റ് എല്ലാവരുടെ ജീവിതത്തിലും, ഈ മൂന്നും യോജിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.